പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 103 സങ്കീർത്തനം അതിന്റെ 12 വാക്യം. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യം ആവർത്തിച്ച് വായിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ദൂരത്തും ചാരത്തുമൊക്കെയുമായിരുന്ന ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന അപ്പോൾ തന്നെ വിവിധ രാജ്യങ്ങളിലും ഒക്കെ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ആ സാന്നിധ്യവും ഒക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ലംഘനങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരികയുള്ളൂ. ഹല്ലേലൂയ. പ്രിയം, ഉദയവും അസ്തമയവും തമ്മിൽ വളരെ അകലത്തിലാണ്. ഹല്ലേലൂയ. അപ്പൊ രണ്ടും കൂടെ ഒരിക്കലും ചേരാൻ കഴിയാത്ത പോലെ ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ ലംഘനങ്ങളെ എന്ത് ചെയ്യും? നമ്മൾ അകറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പാപത്താൽ നിറയപ്പെട്ട ജീവിതമാണ്. പാപ ശരീരമാണ്, ജഡത്തിലാണ് വസിക്കുന്നത്. ജഡത്തിന്റെ ചിന്ത മരണമാണ്, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണെന്ന് ഹല്ലേലൂയ റോമലേഖനത്തിൽ 8 വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവിക സ്നേഹത്തിന്റെ ഉയരം ആണ് 11 വാക്യത്തിൽ പറയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ വചനം വായിക്കുമ്പോൾ എന്താണ്? ദൈവസ്നേഹത്തിന്റെ ഉയരം. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നത് അല്ലെ സ്തോത്രം ദൈവസ്നേഹത്തിന്റെ ഉയരം 11 വാക്യത്തിൽ എന്ന് പറയുന്നത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. നീളം അഥവാ അകലം 12 വാക്യത്തിലാണ് പറയുന്നത്, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. 13 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഹല്ലേലൂയ. അപ്പം അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവം നമ്മോട് കാണിക്കുന്ന ആ കൃപ ഓർക്കുമ്പോൾ ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ അകൃത്യങ്ങളും നീ ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നമുക്കറിയാം, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു, ഇപ്പോൾ ആ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പൊ അസ്തമയത്തിന്റെ ആ അനുഭവത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ പാപത്തെയും ദൈവം നമ്മൾ അകറ്റി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ. പ്രഭാതത്തിൽ ഉദിച്ച സൂര്യൻ പകൽ 12 മണിക്കൂർ ഭൂമിയെ ചുറ്റി മറ്റൊരു സ്ഥലത്ത് ഉദിക്കാനായിട്ട് മറ്റൊരു സ്ഥലത്ത് പ്രകാശം കൊടുക്കാൻ പോകുന്നത് പോലെ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച സകല പാപങ്ങളും നിങ്ങൾ യേശുവിനോട് ഏറ്റു പറയണം. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം നൽകുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 113 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. 113 സങ്കീർത്തനം ഹല്ലേലൂയ വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് 113 സങ്കീർത്തനം 3 വാക്യം പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നാം കൊടുക്കേണ്ട മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുക്കണം. പണ്ട് നമ്മൾ പാപത്തിന്റെ അധീനതയിൽ വീണ് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ദൈവമായിട്ട് സംസർഗം പുലർത്തുവാൻ കഴിയാതെ പാപശരീരത്തിൽ നിത്യ നരകാന്തിക്ക് വേണ്ടി ജീവിച്ചൊരു കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് അതിനൊക്കെ നമ്മെ വിടുവിച്ചു കൊണ്ടുവന്ന് നമുക്ക് നിത്യജീവനെ നൽകി, നിത്യസന്തോഷം നൽകി, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നൽകി, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന കർത്താവിനെ നാം സമയം നോക്കാതെ ആരാധിക്കണമെന്നാണ് ഈ വാക്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. 3 വാക്യം, സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ എന്നുള്ള ശൈലി പറയുമ്പോൾ ആരാധനയ്ക്ക് വേണ്ടി പ്രത്യേക സമയമൊന്നുമില്ല. എപ്പോഴെല്ലാം സമയം കിട്ടുന്നു ആ സമയങ്ങളെല്ലാം ദൈവത്തെ അല്ലെങ്കിൽ സമയവ്യത്യാസം കൂടാതെ ആരാധിക്കണം. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതത്തിനകത്ത് നീ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ
നീ മറ്റൊന്നും ചിന്തിക്കാതെ ദൈവത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും. നമുക്കറിയാം, മനുഷ്യൻ നന്നായി കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, രാവിലെ വഞ്ചിയുമായി നാം ഈ കടലിൽ പോയിട്ട് പകൽ മുഴുവൻ കടലിലോട്ട് മല്ലടിച്ചിട്ടാണ് ഹല്ലേലൂയ അവർ വഞ്ചിയുമായിട്ട് മടങ്ങി വരുന്നത്. ചില വഞ്ചികളൊക്കെ ശൂന്യമാണെന്ന്, ചില വഞ്ചികളൊക്കെ മീനുണ്ടാകും, എങ്കിലും അവർ കഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതം. വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴും നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സമയം നോക്കാതെ ദൈവത്തെ ആരാധിക്കുകയും നമ്മുടെ ലംഘനങ്ങളെ മായിച്ചു കളയുന്ന, നമ്മുടെ ലംഘനങ്ങളെ അകറ്റിക്കളയുന്ന നമ്മുടെ ദൈവത്തിന് നമ്മൾ സ്തുതി കൊടുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തണം. 50-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 1-ാം വാക്യം വായിക്കും, ദൈവം യഹോവയായി ദൈവം അരുളി ചെയ്യുന്നു, സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ ഭൂമിയെ വിളിക്കുന്നു എന്ന് ഇവിടെയും കാണാൻ കഴിയും. ഹല്ലേലൂയ, എന്താണ് അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ, ദൈവം സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ, അഥവാ ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ, ഭൂമിയെ അവന്റെ അധികാരത്തിന് കീഴിൽ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന ശ്രോതാവേ, ദൈവമാണ് എല്ലാത്തിനെയും നിയന്ത്രണം ചെയ്യുന്നത്. മാനുഷികമായ കരങ്ങൾ കൊണ്ടോ ഒന്നും അല്ല. അവിടുത്തെ ഭരണ സംവിധാനങ്ങളോ രാജ്യങ്ങളോ രാഷ്ട്രങ്ങളോ മതങ്ങളോ മത നേതാക്കന്മാരോ ഒന്നുമല്ല ഈ ഭൂമിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. സർവശക്തനായ ദൈവമാണ് ഈ ഭൂമിയുടെ മുഴുവൻ നിയന്ത്രണങ്ങളും. അപ്പോൾ തന്നെ മനുഷ്യന്റെ സകല നിയന്ത്രണങ്ങളും, കാട്ടിലെ മൃഗങ്ങളും ആറ്റിലെ മത്സ്യങ്ങളും, ആകാശത്തിൽ പറന്നടക്കുന്ന കോടാനുകൂടി പക്ഷി പറവജാതികളെ ഇഴജന്തുക്കളെ എല്ലാം സംരക്ഷകൻ നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ഭൂമിയുടെ പരമാധികാരം കർത്താവിനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന തീയായി അടിക്കുന്ന കൊടുങ്കാറ്റും ദൈവത്തിന്റെ വിശുദ്ധിയെയും ന്യായവിധിയെയും പ്രസ്തമാക്കുമ്പോൾ നാം ദൈവത്തെ സ്തുതിപ്പാടിയായി തീരണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും, വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമേ. കണ്ണുനീര് തുടയ്ക്കണം, ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ലംഘനങ്ങളെ അകറ്റുന്ന ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.